ടേസ്റ്റ് ഓഫ് അമിറ്റികയിലേക്ക് സ്വാഗതം. ഞാൻ റീലു. നമുക്ക് ഇന്ന് കുക്കറിൽ വളരെ പെട്ടെന്ന് ഒരു അവിയൽ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലോട്ട് ചേന, പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉള്ള അവിയലിൻ്റെ പച്ചക്കറികളൊക്കെ, ഞാനിവിടെ വഴുതനങ്ങ, ചുരയ്ക്ക, പിന്നെ കുറച്ച് പൊട്ടറ്റോ, ക്യാരറ്റ്, പിന്നെ നമ്മളുടെ മുരിങ്ങക്കോല്, ഇത്രയും സാധനങ്ങളാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അവിയലിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കുക്കറിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ചേർത്ത് കൊടുത്ത പച്ചക്കറിയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പം ഏകദേശം ഒരു 1/4 കപ്പിനും താഴെ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ കേൾക്കുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിലിനപ്പുറം പോകാതിരിക്കാൻ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം. ഒരു വിസിൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചക്കറികൾ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനീ പറയുന്ന അതേ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഒട്ടും തന്നെ കുഴയാതെ നമുക്ക് നാടൻ അവിയൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പച്ചക്കറികൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അവിയലിന് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർക്കാതെയും ചേർത്തും അവിയൽ തയ്യാറാക്കാറുണ്ട്. എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. കുറച്ച് സവാള, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം. ഈ ഒരു പരുവത്തിന് തന്നെ ചതച്ചെടുക്കണം, ഒരുപാടങ്ങ് അരഞ്ഞു പോകരുതേ. അപ്പോൾ നമുക്ക് ഒരു വിസിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രഷറൊക്കെ ഒന്ന് സെറ്റിലായതിനു ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ പച്ചക്കറികളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. കുറച്ച് വെള്ളം കാണും, സാരമില്ല. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഉടനെ തന്നെ മിക്സ് ചെയ്യത്തില്ല. ഇത് നമുക്ക് ഒന്ന് തിളകേറ്റിയെടുക്കണം. അതിന് ശേഷം മാത്രമേ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. ഇപ്പോഴേ നമ്മളിത് മിക്സ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് തിളകേറി വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പുളിയുള്ള തൈര് യൂസ് ചെയ്താൽ നമ്മളുടെ അവിയൽ നന്നായിട്ട് പുളി കയറിപ്പോകും. അപ്പം പുളിയില്ലാത്ത തൈര് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കഷ്ണങ്ങളൊന്നും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും അതോടൊപ്പം തന്നെ ഒരു ചെറിയ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിന് മുകളിലേക്കൊന്ന് തളിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അപ്പം തന്നെ അടച്ച് വെക്കാം. അപ്പം ആ ഫ്ലേവറൊക്കെ അതിനകത്ത് തന്നെ ഒന്ന് ഇരുന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് നമ്മൾ ഊണ് വിളമ്പുന്ന സമയമാകുമ്പോഴത്തേനും നമുക്കിത് വിളമ്പിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ജ്യൂസി ആയിട്ടുള്ള അവിയലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്